വീണ്ടും ഉരുളക്കിഴങ്ങും മുട്ടയും വെച്ചിട്ടുള്ളൊരു റോസ്റ്റാണ്. ഉരുളക്കിഴങ്ങിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അത് ഒഴിവാക്കേണ്ട ഒരു സാധനമല്ല. പൊട്ടാസ്യം നന്നായിട്ട് അതിനകത്തുള്ളതുകൊണ്ട് ഡെയിലി കൺസ്യൂം ചെയ്യണത് നല്ലതാണ്. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ജിഞ്ചർ ഗാർലിക് പച്ചമുളക് സവോള ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റി കൊടുക്കണ്ടേ ഗോൾഡൻ ബ്രൗൺ ആവണ വരെ. അതിലേക്ക് ഞാൻ കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇതൊക്കെ വീട്ടിലുണ്ടാക്കിയ പൊടികളാണ്, പുറത്തുനിന്ന് മേടിച്ചല്ല. ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് വേവിച്ച് വെച്ച 2 കുഞ്ഞു ഉരുളക്കിഴങ്ങിൻ്റെ പീസ് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. വേവിച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാനത് പീസ് ചെയ്ത്. കുറച്ച് വെള്ളം, പിന്നെ മുട്ട ചേർക്കുന്നുണ്ട് കേട്ടോ, പുഴുങ്ങിയ മുട്ട. നിങ്ങൾ 3 പേരാണ് 3, ഞങ്ങൾ 2 പേരാണ് 2 മുട്ട. ഒരു മുട്ട ഒരാൾക്ക് ഡെയിലി കഴിക്കണത് നല്ലതാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെയും ഇച്ചിരി വെള്ളം കൂടെ ഇട്ടിട്ടൊന്ന് അടച്ചു വയ്ക്കുക. നന്നായിട്ട് ഡ്രൈ ആവണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. നമ്മുടെ ടേസ്റ്റി മുട്ട ഉരുളക്കിഴങ്ങ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്.